ഹായ് ഫ്രണ്ട്സ്, ഹായ്. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്കപ്പം വിഷയത്തിലോട്ട് വരാം. അങ്ങനെ കേരള ജനത മുഴുവൻ ഞെട്ടിത്തരിച്ച ഒരു വാർത്ത നമ്മൾ അറിഞ്ഞു. ഒരിക്കലും ഒരു പെണ്ണിനും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു ദുരന്ത വാർത്ത. വേറൊന്നുമല്ല, ഒരു KSRTCയിൽ നടന്നൊരു ദുരന്ത വാർത്തയാണ്. കൊള്ളാം കൊള്ളാം. അപ്പം വേറെ ആരുമല്ല, അബ്സ കെ റജി. അരെ വാ, ആ ചങ്കൂറ്റുള്ള പെൺകുട്ടിയുടെ വീഡിയോ കണ്ടിട്ട് എൻ്റെ ദൈവമേ, എന്താ അല്ലേ, കാലം പോയൊരു പോക്ക്. പ്രതികരിക്കാൻ മനസ്സ് കാണിച്ച ആ മനസ്സ്, തുടർന്നും ആ പ്രതികരണം കാണാം. ഓക്കെ, നമുക്കപ്പം ആ കുട്ടിയുടെ വൈറലായി, എന്തായാലും പൂരത്തെറിയാണ് വീഡിയോയ്ക്ക് കീഴെ മുഴുവൻ വരുന്നത്. നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം, എന്താ സംഭവം എന്നറിയണ്ടേ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. പ്ലേ ആവുന്നുണ്ടോ? ഉണ്ട്. ബസ്സിൽ പോകുന്ന അപ്സക്കുട്ടി കൈ പൊക്കി പിടിച്ച് വീഡിയോ കഷ്ടപ്പെട്ടെടുക്കുന്നുണ്ട്. മാസ്ക് വിട്ടിട്ടുണ്ട് കേട്ടോ, കൊറോണ കാലമുണ്ട്, മാസ്ക് ഇടണം. പുള്ളിക്കാരി പറയുന്നത് തൊട്ടടുത്തുള്ള കളവൻ പുള്ളിക്കാരിയെ എന്തോ ചെയ്യുന്നു എന്നാണ്. പക്ഷെ പുള്ളിയുടെ കൈ വെച്ചൊന്നും ചെയ്യുന്നതായിട്ട്, ഒന്ന് അനക്കുന്നത് പോലുമായിട്ട് കാണുന്നില്ല. പുള്ളി അങ്ങോട്ടൊന്ന് തിരിഞ്ഞു. ഇതാണ് വീഡിയോ. അതായത് പുള്ളിക്കാരി എന്തോ ചെയ്തു എന്നാണ് പറയുന്നത്. ആ വീഡിയോ തന്നെ കേട്ടോ, ഇനി തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, അതിനുശേഷം വീഡിയോ അങ്ങ് വൈറലായി കഴിഞ്ഞ് ചേച്ചിക്ക് പിന്നെ പൂരത്തെറിയ, കമൻറ്റ് മുഴുവൻ പൂരത്തെറിയെന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവമേ. അപ്പോൾ അതിനുശേഷം അപ്സാക്രജി, അപ്സയല്ല കപ്സയാ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ചേച്ചി എന്താ പ്രതികരിക്കുന്നതെന്ന് അറിയണ്ടേ. ഹായ്, ഞാൻ നിങ്ങൾക്ക് അറിയായിരിക്കും. ഓ, ചേച്ചിനെ അറിയാതിരിക്കുവോ? ചേച്ചിനെ അറിയോ? ചേച്ചിയുടെ കേരളം മുഴുവൻ അറിഞ്ഞിരിക്കുമല്ലേ തക്കടക്കുട്ടി. എന്ത് രസം പറയുന്നേക്കെ. ഞാനും ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ക്രിയേഷൻ തുടങ്ങിയത് എന്റെ വീട്ടിലോട്ട് അരി മേടിക്കാൻ തന്നെയാ എന്നും പറഞ്ഞ് ആ വീഡിയോ ഫേക്കാന്ന് നിങ്ങൾ പറഞ്ഞല്ലേ, അതത്ര ശരിയായിട്ടില്ല. ചേച്ചി ഫേക്കാണെന്നല്ല, ആ ഫേക്ക് ആയിട്ടുള്ള വീഡിയോക്ക് കറക്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കൊണ്ട് തരണ്ടേ. ആ ചേട്ടൻ ചുമ്മാ ഇരിക്കുന്നു. ഇങ്ങനെ ഇരിക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ട് പിന്നെ ഫേക്കാന്നല്ലാണ്ട് പിന്നെ ചേച്ചി എന്താ പറയണ്ടേ? എനിക്ക് അറിഞ്ഞൂടാ. എന്നാ പറയണ്ടേ. അതായത് എന്നെ ഡിപ്പോയിന്ന് ഇന്ന ബസ്സിൽ എനിക്ക് ഈ അനുഭവം ഉണ്ടായി, അതിൻ്റെ ബാക്കി എന്ത് ചെയ്യും? നിങ്ങൾ കേസ് കൊടുത്തെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യും? എവിടെ? ഇതൊന്നുമില്ലാണ്ട് ചേച്ചി പറയാണ്. അങ്ങ് കൈവിട്ട് പോയി, അങ്ങ് മെഴുകാണ് ചേച്ചി. എന്നാലും ബാക്കി നമുക്ക് കേട്ടോക്കാം. പിന്നെ പുരുഷ സംഘത്തിന്റെ മുതലാളി എന്റെ തലയ്ക്ക് 10,000 വില ഇട്ടിട്ടുണ്ട്. ഞാൻ ഡ്രസ് 10,000 ഇട്ടിട്ടുണ്ടോ? 10,000 എടുത്ത് ഞാൻ ബില്ലാതെ പോളോ? ഇല്ലേ ബില്ലാതെയോ? അത് ഏത് സംഘമാണെന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. അതൊന്നും പറയണേ. പറഞ്ഞുതരാം, ആ പൈസ ഇങ്ങോട്ട് വന്നേക്കും. അല്ലെ ഒരു കാര്യം ചെയ്യും, ഞാനൊരു 20,000 രൂപ അങ്ങോട്ട് തരാം. എൻ്റെ ഉണ്ടായിട്ടൊന്നുമല്ല, ഞാൻ വല്ല പണയം വെച്ച് തരാം. കയ്യിലില്ലാന്ന് മനസ്സിലായി, അതുകൊണ്ടാണല്ലോ ഇങ്ങനത്തെ കണ്ടന്റ് ഇട്ട് ഇറക്കിയത്. ഞാൻ മാനം കെടുത്തി എന്ന് പറയുന്ന ആ വ്യക്തി ഉണ്ടല്ലോ, അയാളെ ഒന്ന് കണ്ടുപിടിച്ചിട്ട് എനിക്കെതിരെ കേസ് കൊടുക്കാൻ പറ. നിങ്ങൾ തലങ്ങും വില ഈ പറയുന്ന ചേച്ചി എന്തുകൊണ്ടാ പിന്നെ ബ്ലർ ചെയ്തിട്ട് ആ മുഖം കിട്ടത്? നിങ്ങളെ എന്താ പറയുക, അത്രയും മോശമായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ തൊടുന്നുമില്ല, നിങ്ങളെ മോശമായിട്ട് നിങ്ങളോട് പെരുമാറിയ ഒരാളുടെ ഫേസ് നിങ്ങൾ ബ്ലർ ചെയ്തിരുന്നു? നിങ്ങൾക്ക് ബ്ലർ ചെയ്യാണ്ട് ടക്കെന്ന് പറഞ്ഞ് കിട്ടൂടായിരുന്നോ? അങ്ങനെയായിരുന്നു ഈ പൂരത്തെറി കമൻറ്റ് മുഴുവൻ നിങ്ങൾക്ക് കേൾക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ഇല്ല. നിങ്ങളപ്പം നിങ്ങളുടെ ഉദ്ദേശം എന്തുവായിരുന്നു? നിങ്ങൾക്ക് റീച്ച് കിട്ടുക എന്നുള്ള ഒരൊറ്റ റീസൺ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ആ വീഡിയോ ബ്ലർ ചെയ്ത് മാസ്ക് ഇട്ടത്? നിങ്ങൾ മാസ്ക് ഇട്ട് പോകുന്നു. നിങ്ങൾക്ക് എന്നാ കൊറോണ ഉണ്ടോ? കൊറോണ ഒന്നും ഇല്ലായിരുന്നല്ലോ മാസ്ക് ഇട്ട് പോകാൻ. ഇതിന് മുമ്പുള്ള വീഡിയോ ഒക്കെ ഉണ്ട്, ഞാൻ കാണിച്ചുതരാം. വരാം. വീഡിയോ ഇട്ട് നോക്കിയില്ല ആളിനെ കണ്ടുപിടിക്കാനായിട്ട്. ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ? ഞാൻ തന്നെ ഒരു 80 ലക്ഷം ആൾക്കാർ പാവപ്പെട്ടൻ അറിഞ്ഞിട്ട് കൂടി ഇല്ല. നിനക്കൊക്കെ റീച്ച് കിട്ടാൻ എന്താ ഏറ്റവും വരെ പോകും. എന്തായാലും കമന്റുകൾക്കുള്ള റിപ്ലൈ ആയിട്ടാണ് ചേച്ചി വന്നിരിക്കുന്നത്. കൊള്ളാം. കാണിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ പറഞ്ഞല്ലോ ഫേസ് ബ്ലർ ആക്കിയാലും റിലേറ്റീവ്സിനും കൂട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാ ആളിനെ മനസ്സിലാവുന്നു. ഞാൻ കുടുംബം തകർത്തെന്ന്.
വീഡിയോ ഇട്ടിട്ട് ഇത്രയും ദിവസമായല്ലേ, എന്നിട്ടും അയാൾ എന്താ പുറത്തു വരാത്തെ? അയാൾക്ക് അറിയാം അയാൾ ചെയ്തത് പോക്കിത്തരാണ്. ചേച്ചി അയാൾ ചെയ്തോ ഇല്ലയോ, ഇപ്പം നിങ്ങളുടെ ശരീരത്തിൽ അയാൾ ഒരു സമ്മതം കൂടാതെ നിങ്ങളെ ടച്ച് ചെയ്തു, എന്തും ആയിക്കോട്ടെ, നിങ്ങൾ എന്തുകൊണ്ട് അപ്പം ആ ബസ്സിലുള്ള ഇല്ലെങ്കിൽ ആ കണ്ടക്ടർ ഇല്ലെങ്കിൽ എല്ലാവരോടൊന്നും പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് ആ സമയത്ത് തന്നെ പോകാതെ നിങ്ങൾ വീഡിയോ എടുത്ത് ഇൻസ്റ്റയിലും യൂട്യൂബിലും നിങ്ങൾ തട്ടിയിട്ടുണ്ട്. യൂട്യൂബിൽ ചെറിയ എന്തൊരു പോർഷൻ അവിടെ ഇവിടെ തട്ടിയിട്ടുണ്ട്. ഇൻസ്റ്റയിൽ ഈ ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് ചേച്ചി? എന്തുകൊണ്ട് നിങ്ങൾ ആ സമയത്ത് ബസ് കണ്ടക്ടറോടോ ഇല്ലെങ്കിൽ പറഞ്ഞില്ല, ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഒച്ചപ്പാടുണ്ടാക്കി, എന്തിയേ ബാക്കി വീഡിയോ എന്തിയേ? നിങ്ങൾ ഈ വന്ന് എക്സ്പ്ലനേഷൻ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതും കൂടി അങ്ങ് റിലീസ് ചെയ്യായിരുന്നല്ലോ. നിങ്ങൾ എന്ത് ഇടാത്തെ? നിങ്ങൾ എന്തൊരു കാര്യം, ആ ചേട്ടൻ നിങ്ങളെ മോശമായി നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ബ്ലർ ചെയ്യാതെ ഇടും, നമുക്ക് കാണാലോ, ആരാന്നറിയാലോ, കണ്ടുപിടിക്കാം. എന്തേ നിങ്ങൾ ഇടത്തില്ലേ? വെല്ലുവിളിക്ക് ഇട്. നിങ്ങൾ വൈറലാവാനല്ല ചെയ്തെങ്കിൽ നിങ്ങൾ ആ ഫേസ് ബ്ലർ ചെയ്യാൻ ഇടുന്നില്ലേ? ഇട് ചേച്ചി, ഇട്. ഓരോ വിടൂല. നിങ്ങൾ എന്നെ പഴയെന്ന് വിളിച്ചല്ലേ? പഴയെന്ന് വിളിച്ചോ? നാളെ എന്നെ പോലെ ഒരുത്തി റീച്ചിന് വേണ്ടിട്ട് നിങ്ങളുടെ പരിചയക്കാരെയും. ചേച്ചി വേറൊരു പ്രശ്നമുണ്ട്. നാളെ നിങ്ങളെപ്പോലെ തന്നെ വേറൊരു പെൺകുട്ടിക്ക് ഇതേ ഒരു അവസ്ഥ വരുമ്പോൾ അവൾ റീച്ചിന് വേണ്ടി ചെയ്തതെന്ന് പലരും പറയും. അത് സത്യസന്ധമായി വരുന്ന കേസുകൾക്കാണെങ്കിലും ആ ഒരു പ്രശ്നം ഉണ്ടാകും. മനസ്സിലായോ? നിങ്ങൾ റീച്ചിന് വേണ്ടിയല്ല നിങ്ങളെ എന്തെങ്കിലും ചെയ്ത് നിങ്ങൾ അതിനനുസരിച്ച് കംപ്ലൈൻറ്റ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് വാ. നിങ്ങൾ ഈ ഓൺലൈനിൽ വന്നിട്ട് ഈ മെഴുകുന്നേക്കാട്ട് നല്ലതല്ലേ നിങ്ങൾക്കൊരു കംപ്ലൈൻറ്റ് ചെയ്ത് FIR ഇട്ട് നിങ്ങൾക്ക് അതൊന്ന് കാണിക്കാമല്ലോ. അതാ നിങ്ങൾ കാണിക്കില്ല. ഇതുപോലെ എന്തെങ്കിലും ചെയ്തെന്ന് വെച്ചോ, അവര് നിരപരാധിയാണെന്നുണ്ടെങ്കിൽ അവര് കേസിന് പോകുവോ ഇല്ലയോ ആലോചിച്ച് നോക്ക്. അപ്പൊ അയാൾ എന്തായിരിക്കും പുറത്തു വരാത്തത്? റിയാക്ഷൻ വീഡിയോ ഇട്ട് ഇൻസ്റ്റാഗ്രാം ഗുരുക്കളോട് എന്തോ എനിക്ക് ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ട്, എനിക്ക് പക്ഷെ അതെങ്ങനെ ചെയ്യണ്ടേന്ന് അറിയത്തില്ല, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, നിങ്ങൾ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ. ഓക്കെ, ചേച്ചിൻ്റെ പൈസ ഇല്ല എന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഒരു കാര്യം പറയട്ടെ. വീട്ടിൽ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? നിങ്ങൾക്ക് ഒരു ലോയറിൻ്റെ അടുത്തേക്ക് പോകാൻ കാലിന് വാദമോ പിത്തവാദമൊന്നും ഇല്ലല്ലോ. നിങ്ങൾക്ക് ലോയറിൻ്റെ അടുത്ത് പോയാൽ ലോയർ പറഞ്ഞു തരുമല്ലോ. അതിന് ഇൻസ്റ്റാഗ്രാമിൽ ഇരിക്കുന്ന ചേട്ടന്മാരോ ഇല്ലെങ്കിൽ യൂട്യൂബേഴ്സോ വേണമെന്നില്ലല്ലോ. നിങ്ങൾക്ക് വീഡിയോ എടുത്ത് യൂട്യൂബിലിടാൻ യൂട്യൂബേഴ്സ് ആരെയും പറഞ്ഞു തന്നിട്ടല്ലല്ലോ നിങ്ങൾ ഇട്ടത്, അല്ലോ. അപ്പോൾ നിങ്ങളത് പറയരുത്. നിങ്ങൾക്ക് പോകാലോ, നിങ്ങൾ പോകത്തില്ലല്ലോ, പോയിട്ട് വാ. യൂണിവേഴ്സിറ്റിയിലെ വലിയ വലിയ ആൾക്കാരില്ലേ, പറ്റൂന്നുണ്ടെങ്കിൽ റിയൽ വേൾഡിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. റിയൽ വേൾഡ് ലോയേഴ്സോ അല്ലെങ്കിൽ നിയമ നടപടികൾ അറിയാവുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞ ഞാൻ. നമുക്ക് ഇതിനു മുമ്പുള്ള ഒരു വീഡിയോ കണ്ടിട്ട് വരാം ഗൈസ്. ഇതേ ചേച്ചി ബസ്സിൽ പോകുന്ന വേറൊരു വീഡിയോ ഉണ്ട്, നമുക്കത് കണ്ടിട്ട് വരാം. വെൻ 90 കിഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടുണ്ട്. ആ ബസ്സിൽ ഇരിക്കുന്ന ചേച്ചി, ഈ ചേച്ചി മുട്ടി ഉറുമി അങ്ങ് ഇരിക്കുന്ന വീഡിയോ ആണ്. കണ്ടല്ലോ, നിങ്ങൾ വേണേൽ കണ്ടോ. ഈ ചേച്ചിക്ക് ഇപ്പം മാസ്കും വേണ്ട, ഒന്നും വേണ്ട. ഓക്കെ, മാസ്ക് വേണ്ട. ഈ സീറ്റിൻ്റെ വലിപ്പം നിങ്ങൾ കണ്ടല്ലോ അല്ലേ? ഈ സീറ്റിൻ്റെ വലിപ്പം നിങ്ങൾ കണ്ടല്ലോ. ഇങ്ങനെ ഇരിക്കുന്ന ചേച്ചിക്ക് ആ ചേട്ടൻ ഇരുന്നപ്പോൾ മാസ്ക് ഇട്ട് വീഡിയോ ഇട്ട് ബ്ലർ ചെയ്യണം. വല്ലാത്ത ജാതി തന്നെ. അത് കഴിഞ്ഞ് അടുത്തൊരു വീഡിയോ ഇട്ട് മെഴുകി വന്നായിരുന്നു. ഈ വീഡിയോയിലൊരു നിങ്ങൾ ഞാൻ വലുതായിട്ട് ഇത് വലിയതൊന്നല്ല, പക്ഷേ ഇതിനൊരു ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഈ വീഡിയോ അല്ല, ഇപ്പം 2 വീഡിയോ വന്നതിൽ ഈ പേര് കണ്ടോ, അപ്സ കെ റജി. ഇതിപ്പോൾ ഇവളെപ്പോഴും തുടരെ പറയുന്നുണ്ട് 2 വീഡിയോയിൽ തുടരെ. ഇതിന് മുമ്പ് ഞാൻ എല്ലാ വീഡിയോസും തോന്നിത്തരും. വലിയ കാര്യമായിട്ടൊന്നുമല്ല, പക്ഷേ റീച്ചിന് വേണ്ടിയിട്ടല്ല എന്നാണെങ്കിൽ, ഇവള് പറയുന്ന പോലെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടല്ല എന്നുണ്ടെങ്കിൽ ഇവള് ഇതിന് മുമ്പുള്ള വീഡിയോ ഇടാത്ത പോലെ ഞാൻ അപ്സ കെ റജി എന്ന് പറയണം. ഞാനാണ് ഇങ്ങനെ, ഞാനൊരു വീഡിയോ എടുത്തിട്ടിരുന്നു. ഇപ്പം ടൈറ്റിലോടെ വരുന്നത്. വല്ലാത്ത ജാതി തന്നെ. അങ്ങനെ ലൈഫിൽ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പെൺകുട്ടികൾക്ക് മാത്രമേ അത് റിലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എക്സ്പീരിയൻസ് ചെയ്ത പെൺകുട്ടികൾ റിലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്താ പറയുക, അതിനനുസരിച്ച് അവർ പെരുമാറി വിട്ടിട്ടുമുണ്ട്. മനസ്സിലായില്ലേ? അത് വീഡിയോ ആയിട്ട് കണ്ടവരും ഉണ്ട്, കേസ് കൊടുത്തവരും ഉണ്ട്. ചേച്ചിപ്പാൽ ഇവിടെ വന്നിട്ട് വൈറലാവാൻ വേണ്ടിയിട്ട് വയറിക്കൊണ്ടിരിക്കുമല്ല, തൂറി അങ്ങ് വിറകല്ലേ ചേച്ചി, കുറച്ചങ്ങ് വിരകല്ലേ. ഞാൻ എൻ്റെ
എൻ്റെ ലൈഫിൽ നടന്നൊരു റിയൽ ഇൻസിഡൻറ്റ് വീഡിയോ ആയിട്ട് കാണിച്ചു. റിയൽ ഇൻസിഡൻറ്റ് ചേച്ചി, ഇത് റിയൽ ഇൻസിഡൻ്റ് ആണെങ്കിൽ ചേച്ചി കേസായിട്ട് പോകും. നിങ്ങളുടെ കൂടെ എല്ലാവരും ഉണ്ടാവും. അല്ലാതെ ഇവിടെ ഇങ്ങനെ വന്ന് മെഴുകിക്കൊണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല. അത് മനസ്സിലാക്കുക ആദ്യം. അതിന്റെ കമന്റ്സിൽ ഫുള്ള് ഞാൻ റീച്ചിന് വേണ്ടിയിട്ടാ, ഞാൻ ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞ് കുറേ കമന്റ്സ്. ഒരു കാര്യം അറിയാത്ത റിയാക്ഷൻ വീഡിയോ ചെയ്ത കുറെ പേരുണ്ടല്ലോ, അവരെന്നോട് ഒരു തവണയെങ്കിലും ആ വീഡിയോയിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ ചോദിച്ചു? ഇല്ല, ചോദിക്കത്തില്ല. എന്താ? അവർക്ക് കണ്ടന്റ് വേണം. കണ്ടന്റ് ഇല്ലാതെ ചേച്ചിക്കും കണ്ടന്റ് വേണം, ചേച്ചിക്ക് റീച്ചും വേണം, ഞങ്ങൾക്കും വേണം കണ്ടന്റ്, ചേച്ചിക്കും വേണം കണ്ടന്റ്. പുതിയ കണ്ടന്റ് കിട്ടി, അതുകൊണ്ട് അവരത് കണ്ടന്റ് ഇറക്കി വിട്ടത് ആരാ? വേറെ കുറെ പേര് ആ വീഡിയോ കണ്ടിട്ട് ചോദിക്കുന്നുണ്ടല്ലോ ഞാൻ റിയാക്ട് ചെയ്തില്ലെന്ന്. നിങ്ങൾ കണ്ടോ ഞാൻ റിയാക്ട് ചെയ്തോ ഇല്ലയോന്ന്? കണ്ടില്ല, അതുകൊണ്ടാണ് ചേച്ചിനെ എല്ലാരും ഏറി കയറ്റുന്നത്. ചേച്ചിക്ക് മനസ്സിലാവുന്നില്ലേ? ചേച്ചി റിയാക്ട് ചെയ്തത് എവിടെ? ചേച്ചി റിയാക്ട് ചെയ്ത വീഡിയോ എവിടെ പോയി? അപ്സാക്കി റജി എവിടെ? റിയാക്ട് ചെയ്ത വീഡിയോ എവിടെ? ഈ വീഡിയോ എടുത്തെങ്കിൽ ആ വീഡിയോ എടുക്കാൻ മറക്കത്തില്ലല്ലോ. പോട്ടെ, ആ റിയാക്ട് ചെയ്ത സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്തുകൊണ്ട് ആ സമയത്ത് ബാക്കി എന്താ എനിക്കിങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ എടുക്കാത്തതുകൊണ്ടാണ്. അതിനി ഇപ്പം ഒന്ന് വീഡിയോ ഇട്ടിട്ട് കാര്യമുണ്ടോ? എന്നാൽ കാര്യം ചെയ്യും. ആ KSRTC ബസ് ഡിപ്പോ ചെയ്ത് എവിടെ നിന്ന് എങ്ങോട്ട് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യും. അല്ലാതെ ഇങ്ങനെ വിരകിക്കൊണ്ട് ഇൻഫ്ലുവൻസേഴ്സ് അങ്ങനെ ചെയ്ത് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് ഇങ്ങനെ വരണ്ട. ഓക്കെ, മനസ്സിലായോ? ഓരോരോ വിഡോങ്ങൾ വരും. ഗൈസ്, ഞാൻ ആ വീഡിയോ കണ്ടിട്ട് ആ ചേട്ടനൊന്നും ചെയ്യുന്നതായിട്ട് എനിക്ക് കണ്ടില്ല. നിങ്ങൾക്ക് അറിയും, കണ്ടെങ്കിൽ താഴെ കമൻ്റ് ഇടാൻ മറക്കരുത്. ഇതുപോലെ ഓരോ സാധനങ്ങൾ ഇറങ്ങിക്കോളൂ എൻ്റെ മക്കളെ. വല്ലാത്ത അണ്ടിത്താത്ത കഴിഞ്ഞ് വേണ്ട അടുത്ത സാധനം. ജാസി ചേച്ചി ആണെങ്കിൽ അവിടെ പ്രസവിക്കും. എന്തൊക്കെയാണോ കേരളത്തിൽ നടക്കണേ. എന്തായാലും കറക്റ്റ് സമയത്താണ് ചേട്ടൻ പെട്ടുപോയത്. അവസ്ഥയെ. അപ്പം ഗൈസ്, നിങ്ങൾക്ക് എന്ത് തോന്നുന്നത് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഞാൻ ഫുള്ളായിട്ട് ഇവിടെ വെച്ചേക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.